മണ്ണാനും മണ്ണാത്തി അലക്ക് തൊഴിലാളി ഈ വസ്ത്രങ്ങളൊക്കെ അലക്കിക്കൊണ്ടുവന്ന് നമുക്ക് തരുന്ന. അപ്പോൾ ഈ മണ്ണാൻ്റെ മാറ്റ് ശുദ്ധമാവണമെങ്കിൽ മണ്ണാരിൻ്റെ മാറ്റ് വേണം എന്നൊരു കാലഘട്ടം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പിന്നെ പുല പോകാൻ മരിച്ചാലും പ്രസവിച്ചാലും പുല പോകണമെങ്കിൽ മണ്ണാത്തി തുണി അലക്കിക്കൊണ്ട് തരണം. അതാണ് മാറ്റ്. അത് മണ്ണാനേ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അലക്ക് തൊഴിലാളികളായിട്ട് അതിൽ പുരാണത്തിൽ കൂടെ പറയുന്നത് കോവിലും ചരിത്രമാണ്. കർണകി കൊടുങ്ങല്ലൂരമ്മൻ്റെ ചരിത്രമാണ്. പൊന്മകനെ കൊന്ന് തോറ്റി അതിനും വേണ്ടി ശവത്തിൻ്റെ അടുത്ത് കാവലിരുത്താൻ വേണ്ടി ഒരാളെ സൃഷ്ടിച്ചതാണ് മണ്ണാനല്ല. അതാണ് പൂതന്തറ. മനസ്സിലായില്ല, വണ്ണാനാണ്. വണ്ണിൽ നിന്ന് ഒഴിഞ്ഞിട്ട് അവിടെ എത്തിയതാണ്. കാക്ക കഴുവിനെ ആട്ടുവാനായിട്ട് കാവലാക്കി മണ്ണാനെ ഇരുത്തി. അന്ന് നോക്കുമ്പോൾ കൈ രണ്ടും മേൽപോട്ടാക്കി മണ്ണാൻ 4 ഭാഗം നിന്ന് കളിച്ചേൻ. ഈ പൊന്മകൻ്റെ ശവം, അതായത് ചിലമ്പ് വെക്കാൻ പോയിട്ട് രാജ്യൻ്റെ ചിലമ്പ് കളവ് പോയപ്പോൾ ഇത് പിന്നെ ആ ചിലമ്പാണെന്ന് തട്ടാര് നുണ പറഞ്ഞു. ആ നുണ പറഞ്ഞു, അതുകൊണ്ട് ആ തട്ടാശ്ശേരി മുടിച്ചത്. അതൊരു പുരാണം വേറെ. കൊടുങ്ങല്ലൂരമ്മൻ്റെ ചരിത്രമാണ് അതിൽ വരുന്നത്. അപ്പം നമ്മൾക്ക് പിന്നെ ഈ ചിലമ്പ് വെക്കാൻ പോയപ്പോൾ ആ ചിലമ്പ് പൊടിച്ചു വയ്ക്കുകയും ചെയ്തു. ഇയാളിനെ കഴുമരത്തിലിട്ടു നല്ലച്ഛനെ. യമൻ്റെ ഭർത്താവാണല്ലോ. അപ്പോൾ അതിനെ തോറ്റാൻ വേണ്ടി കൊന്നാൽ തോറ്റി വെക്കണം. അതിനെന്ത് വേണം? ദർപ്പപ്പുല്ല് കൊണ്ടുവരണം. ഈ ദർപ്പപ്പുല്ല്, കറുകപ്പുല്ല് കർമ്മത്തിന്, ദർപ്പപ്പുല്ല് കൊന്നാൽ തോറ്റുന്ന പുല്ല്, ഇങ്ങനെയുള്ളത് എടുക്കാൻ വേണ്ടി കാവലാക്കി ശവത്തിന് കാക്ക കഴിവ് കൊത്തി വലിച്ചാൽ തോറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിനു വേണ്ടി കാവലിരുത്തിയതാണ് ഈ വണ്ണാന്. വണ്ണേന്ന് ഒഴിഞ്ഞ് സൃഷ്ടിച്ചതാണ്. ഈ അമ്മ തണ്ണുണ്ടായാൽ മണ്ണാൻ വന്നിട്ട് ചോദിച്ചിട്ട് അവർ പറയണം കുളിപ്പിക്കണമെങ്കിൽ. അത് തന്നെ മാറിപ്പോവാണ്. ഇന്ന് ഡോക്ടർമാർ പല ഔഷധങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അന്ന് വേപ്പിൻ്റെ ഇലയും കണ്ണിക്കണ്ടൊക്കെ ഈ വസൂരി ഉണ്ടായാലേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത്ര ശക്തിയുള്ള ഒരു ജന്മം കൊണ്ട ആളാണ് ഈ വണ്ണാൻ. അതാണ് പൂതന്തറ. കാക്ക കഴിവിനിങ്ങനെ ആട്ടിയതാണ്. അതാണ് ഈ പൂതന്തറ. അമ്മൻ്റെ കിരീടമാണ് തറ. പിന്നെ ഭൂതഗണങ്ങളാണ്. അതൊക്കെ വ്യാഖ്യാനിക്കാൻ ഒരുപാടുണ്ട്. അപ്പോൾ മണ്ണാനും മണ്ണാത്തി മനസ്സിലായില്ലേ. പിന്നെ ചർമ്മി കർഷക തൊഴിലാളി, പാടത്ത് പണിയെടുത്ത് ജീവിതം കഴിയണത്. അപ്പോൾ അവർ ഈ കർഷക തൊഴിലാളിയാകുമ്പോൾ അത് കഴിഞ്ഞാൽ ഈ മുണ്ടകപ്പഞ്ച കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് നെന്മണി കൊഴിഞ്ഞിട്ടുണ്ടാവും. അത് അടിച്ചു പെറുക്കി ഉപജീവനം കഴിയണം. അതിനാണ് ഇന്നും ചെറുമി പൊറാട്ട് വരുമ്പോൾ ചൂലുമുറവും കൊണ്ടാണ് വരിക. ഞാൻ കാണിച്ചു തരാം, അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഈ അടിച്ചു പെറുക്കി വരും കഴിയുമ്പോൾ അവൾ അടിത്തട്ടിൽ കിടക്കുന്നവരാണ് ആ വർഗം. അവർ പിന്നെ ഉപദ്രവിക്കാത്തവരോ ചൂഷണം ചെയ്യാത്തവരോ ആരുമില്ല. അപ്പോൾ അവൾ അടിക്കാൻ പോയ സ്ഥലത്ത് പല അക്രമങ്ങളും അവൾക്കുണ്ടായിട്ട് പോറലേറ്റിട്ടുണ്ട്. ആൾക്കാർ അവളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ ബലാത്സംഗം ചെയ്തതിനുള്ള ഒരു വരി പാട്ടുണ്ട്. അതിൽ നമ്മൾക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ കഴിയും. അരീരി പാടത്ത് ഞാൻ, അരീരി പാടത്ത് ഞാൻ അടിക്കാനും പോയി പോലിലല്ലില്ല. ആടുമേക്കും പിള്ളേരെന്നെ ആട്ടിമുടിക്കിയമ്മേ പോലിലല്ലില്ല. പോത്തുമയ്ക്കും പിള്ളേരെന്നെ പൊത്തിപ്പിടിച്ചമേ പോലിലല്ലില്ല. ഇങ്ങനെ ആകുമ്പോൾ അവൾ എൻ്റെ അത് പറയുന്നത്, അവൾ ഗർഭിണിയാവുകയാണ്. ഈ ഗർഭിണിയാവുമ്പോൾ അടുത്ത ഒരു തമ്പുരാൻ്റെ വീട്ടിൽ പോയി പറയാണ്, മുട്ടണ് മൂയക്കിണൻ്റെ തമ്പുരാക്കന്മാരെ പോലിലല്ലില്ല.
കയ്യറിവുണ്ടെങ്കിൽ ഇങ്ങളൊന്ന് കൈയിട്ട് നോക്കിക്കോളി പോലിലലില്ല. ഈ പാട്ടിൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ചലനം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാൻ അറിയണമെങ്കിൽ കൈയിട്ട് നോക്കിക്കോളി എന്നാണ് പറയുന്നത്. അതാണ് അതിൽ. അപ്പോൾ ആട്ടും പാട്ടും ചവിട്ടടി കിടന്ന പിന്നെ അടിത്തട്ടി കിടന്ന ഒരു അടിയാളൻ്റെ വർഗ ജീവിത ചരിത്രങ്ങളാണ് ഇതിലൊക്കെ കാണും.